സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. മതസ്വാതന്ത്ര്യം. ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും തൻ്റെ ഇഷ്ടപ്രകാരം മതം തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്നു. വിശ്വാസം വ്യക്തിപരമായ കാര്യമാണ്. അത് ആരുടെയും ബലപ്രയോഗത്താലോ ഭീഷണിയാലോ നിർണ്ണയിക്കപ്പെടാൻ പാടില്ല. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ചില സംഘടനകൾ മതത്തെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്നു. ഒരു വശത്ത് ഈ രാജ്യത്ത് താമസിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ് എന്ന് പറയുകയും മറുവശത്ത് ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയുന്നു എന്ന് പറയുകയും ചെയ്യുന്നത് പരസ്പര വിരുദ്ധമാണ്. എല്ലാവരെയും ഹിന്ദു എന്ന് വിളിക്കുമ്പോൾ പിന്നെ ഘർ വാപ്പസി എന്ന പേര് തിരികെ കൊണ്ടുവരുന്നത് എന്തിനാണ്? ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് ഇന്ത്യയിലെ വിവിധ മതസമുദായങ്ങളുടെ ജീനുകളിലും വലിയ വ്യത്യാസങ്ങൾ ഇല്ല എന്നതാണ്. മതമെന്നത് ജനിതക ഘടനയാൽ നിർണ്ണയിക്കപ്പെടുന്ന ഒന്നല്ല. മനുഷ്യർ ചരിത്രത്തിൽ പലതവണ കുടിയേറ്റം നടത്തിയിട്ടുണ്ട്. അതിനാൽ DNA സാമ്യമുണ്ടെന്ന കാരണത്താൽ ആരും സ്വന്തം മതം വിട്ട് മറ്റൊരു മതത്തിലേക്ക് പോകണം എന്ന് പറയാനാകില്ല. മതപരിവർത്തനത്തെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ. ഇന്ത്യയിൽ ഇസ്ലാം വാൾ പിടിച്ച് പരന്നുവെന്ന വാദം ശരിയല്ല. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം സമൂഹം കേരളത്തിലെ മലബാർ തീരത്താണ് രൂപപ്പെട്ടത്. അന്നവിടെ മുസ്ലിം രാജാവ് ഉണ്ടായിരുന്നില്ല. 7-ാം നൂറ്റാണ്ടിൽ തന്നെ ചേരാമാൻ ജുമാ മസ്ജിദ് സ്ഥാപിക്കപ്പെട്ടിരുന്നു. പലരും സൂഫി സന്യാസിമാരുടെ മനുഷ്യസ്നേഹ സന്ദേശം കേട്ടാണ് മതം സ്വീകരിച്ചത്. താഴ്ന്ന ജാതിക്കാർക്ക് ഇസ്ലാം ഒരു മോചന ശക്തിയായി തോന്നിയതായും ചരിത്രകാരന്മാർ പറയുന്നു. ക്രിസ്തുമതവും ഇന്ത്യയിൽ വളരെ പുരാതനമാണ്. വിശ്വാസപ്രകാരം 52-ാം ആണ്ടിൽ സെൻറ് തോമസ് കേരളത്തിലെത്തി. ഇന്നും ക്രിസ്ത്യാനികൾ ജനസംഖ്യയിൽ ചെറിയ ശതമാനമാണ്. 2000 വർഷത്തിനിടയിൽ പോലും അവരുടെ വിഹിതം വളരെ കുറവാണ്. ഇത് ബലപ്രയോഗമോ വഞ്ചനയോ വ്യാപകമായി നടന്നുവെന്ന വാദത്തെ തള്ളിക്കളയുന്നു. ഘർ വാപ്പസി എന്ന പേരിൽ ചിലർ ആളുകളെ തിരികെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഇത് ബലപ്രയോഗമോ പ്രലോഭനമോ വഴി നടക്കുന്ന കാര്യങ്ങളാണെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. ദരിദ്രരും പിന്നോക്കക്കാരുമായ സമൂഹങ്ങളെ ലക്ഷ്യമാക്കുന്ന രീതിയും കാണാം. ഇതിനൊപ്പം ചില സംസ്ഥാനങ്ങൾ മതസ്വാതന്ത്ര്യ നിയമം എന്ന പേരിൽ മതം മാറാൻ സർക്കാർ അനുമതി വേണമെന്ന രീതിയിൽ നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇത് വ്യക്തിയുടെ അവകാശത്തെ കുറയ്ക്കുന്നതല്ലേ? മതം തിരഞ്ഞെടുക്കൽ ഒരു വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ഇത്തരം സാഹചര്യത്തിലാണ് കേരള സ്റ്റോറി 2 പോലുള്ള സിനിമകൾ വരുന്നത്. ചില ട്രെയിലറുകളിൽ കേരളത്തിൽ മുസ്ലിം യുവാക്കൾ ഹിന്ദു പെൺകുട്ടികളെ വശീകരിച്ച് മതം മാറ്റുന്നു എന്ന തരത്തിൽ ചിത്രീകരിക്കുന്നു. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ പല അന്വേഷണങ്ങളിലും തെളിവില്ലാത്തതാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹാദിയ കേസിലും വ്യക്തമായതാണ്. അത് ഒരു യുവതിയുടെ വ്യക്തിപരമായ തീരുമാനം ആയിരുന്നു എന്നതാണ്. ഇത്തരം സിനിമകൾ സമൂഹത്തിൽ ഭിന്നത വളർത്താൻ ഇടയാക്കും. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന സൗഹൃദവും സാഹോദര്യവും ഇന്ത്യയുടെ ശക്തിയാണ്. മതത്തിൻ്റെ പേരിൽ ഭിന്നത സൃഷ്ടിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവിനെയാണ് ബാധിക്കുന്നത്. മതം ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ കാര്യമാണ്. അത് രാഷ്ട്രീയ മുദ്രാവാക്യമാകരുത്. ഭീഷണിയുടെയോ പ്രചാരണത്തിലൂടെയോ വിശ്വാസം മാറ്റാനാകില്ല. ഇന്ത്യയുടെ ശക്തി വൈവിധ്യത്തിലാണ്. നമ്മുടെ സംസ്കാരം സമന്വയത്തിലാണ്. മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നത് ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ തുല്യമാണ്. സൗഹൃദവും സാഹോദര്യവും കാത്തു സൂക്ഷിക്കാം. ഭിന്നതയല്ല, ഐക്യമാണ് ഇന്ത്യയുടെ ഭാവി.